പ്രേക്ഷകരെ, രാഹുൽ മാങ്കൂട്ടത്തിൽ സാഡിസ്റ്റും ഗുരുതരമായ മനോവൈകൃതമുള്ളയാളുമാണെന്ന് പരാതിക്കാരി. ഒന്നാം ബലാത്സംഗ കേസിൽ രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്ത് പരാതിക്കാരി ഹൈക്കോടതിയിലെത്തി. രാഹുൽ മാങ്കൂട്ടത്തിൽ ക്രൂരനായ ലൈംഗിക കുറ്റവാളി എന്ന് പരാതിക്കാരി ഗർഭിണിയായിരിക്കെ മൃഗീയമായി പീഡിപ്പിച്ചുവെന്നും അതിജീവിത ഭീഷണിപ്പെടുത്തി നഗ്ന വീഡിയോ ചിത്രീകരിച്ചു. ആ വീഡിയോ ഇപ്പോഴും രാഹുലിന്റെ ഫോണിലുണ്ടെന്നും പ്രതിക്ക് മുൻകൂർ ജാമ്യം നൽകിയാൽ നഗ്നദൃശ്യങ്ങൾ പുറത്താകുമെന്നും ഭയമെന്നുമുണ്ടെന്നാണ് അതിജീവിത പറഞ്ഞത്. സായ്കുമാറുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സായ്കുമാർ, രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതി പരിഗണിക്കാനിരിക്കെയാണ് ഒന്നാം ബലാത്സംഗ കേസിലെ പരാതിക്കാരി ഹൈക്കോടതിയിൽ എത്തിയിരിക്കുന്നത്. നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായി ജയിലിലാണ്. അത് മൂന്നാം ബലാത്സംഗ പരാതിയിലാണ്. ഒന്നാം ബലാത്സംഗ പരാതിയിലെ അതിജീവിത പരാതിയുമായി എത്തുമ്പോൾ അതിൽ പറയുന്ന കാര്യങ്ങൾ, സത്യവാങ്മൂലത്തിലെ കാര്യങ്ങൾ കോടതി തീർച്ചയായിട്ടും ഗൗരവത്തിലെടുക്കും. അതിൽ പ്രായപൂർത്തിയാകാത്ത ഒരു അതിജീവിത കൂടിയുണ്ട് എന്നുള്ള വിവരം അന്വേഷണ സംഘത്തിന് അറിയാമെന്ന് വരെ ഈ അതിജീവിത പറയുന്നുവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഗുരുതരമായ കാര്യങ്ങളാണോ സത്യവാങ്മൂലത്തിലുള്ളത്? സായി, തീർച്ചയായും ഡോക്ടർ അരുൺകുമാർ, വളരെ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണ് അതിജീവിത ഒരു സത്യവാങ്മൂലത്തിലൂടെ എന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത്. അതായത് സ്ഥിരം കുറ്റവാളിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അങ്ങനെയുള്ള ഒരു പ്രതിക്ക് ജാമ്യം നൽകിയാൽ അത് തെറ്റായ സന്ദേശം നൽകും എന്നാണ് അവർ പറയുന്നത്. അതിനുശേഷം എന്തൊക്കെ കാര്യങ്ങൾ അവരുടെ കയ്യിൽ തെളിവുകളായി ഉണ്ട്, അല്ലെങ്കിൽ രാഹുലിന് എന്തുകൊണ്ട് ജാമ്യം നൽകരുത് എന്ന് അക്കമിട്ട് തന്നെ അവർ ആവശ്യപ്പെടുന്നുണ്ട്. സ്ഥിരം ലൈംഗിക കുറ്റവാളി ആയ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം നൽകിയാൽ അത് തെറ്റായ സന്ദേശം നൽകും. പ്രതി സാഡിസ്റ്റും ഗുരുതരമായ മനോവൈകൃതമുള്ളയാളും എന്നീ പരാതിക്കാരി പറയുന്നു. അതോടൊപ്പം പ്രതിയായ രാഹുൽ 10ഓളം പീഡന കേസുകളെ പറ്റി അന്വേഷണ സംഘത്തിന് ഇതിനോടകം തന്നെ വിവരമുണ്ട് എന്ന് പറയുന്നു. അതിൽ പ്രായപൂർത്തിയാകാത്ത ഒരു അതിജീവിത കൂടി ഉണ്ട് എന്ന് കൂടി ഈ പരാതിക്കാരി കോടതിയോട് പറയുന്നുണ്ട്. അതോടൊപ്പം ഏറ്റവും ഗുരുതരമായ കാര്യം, ഭീഷണിപ്പെടുത്തി നഗ്ന വീഡിയോ അടക്കം ചിത്രീകരിച്ചിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ. ആ വീഡിയോ ഇപ്പോഴും രാഹുലിൻ്റെ ഫോണിലാണ്. അങ്ങനെ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയാൽ ആ തെളിവുകൾ നശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അഥവാ മുൻകൂർ ജാമ്യം നൽകിയാൽ ആ ദൃശ്യങ്ങൾ പുറത്തുവിടും എന്ന് നേരത്തെ തന്നെ രാഹുൽ ഭീഷണിപ്പെടുത്തിയതായും പറയുന്നു. അങ്ങനെ അത് പുറത്തു വരുമോ എന്നുള്ളൊരു ആശങ്കയുണ്ട്. ഗർഭചിത്രം നടത്തുമെന്നുള്ള ഭീഷണി, അന്ന് ഗർഭചിത്രം നടത്തുന്നതാണ് ഭീഷണിപ്പെടുത്തിയത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൂടി ഇതിൽ പറയുന്നുണ്ട്. അങ്ങനെ ഇത്തരം ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുള്ള അത്തരമൊരു പശ്ചാത്തലമുള്ള ഒരാൾക്ക് ഒരു കാരണവശാലും മുൻകൂർ ജാമ്യം നൽകരുത് എന്നാണ് ഇപ്പോൾ സത്യവാങ്മൂലത്തിലൂടെ ഈ അതിജീവിത ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് ഏത് രീതിയിലാണ് കോടതി പരിഗണിക്കുന്നത് എന്നുള്ളത് അല്പസമയത്തിനകം തന്നെ നമുക്കറിയാം. ഡോക്ടർ അരുൺകുമാർ. ഓക്കെ, ഇപ്പോൾ സായിയാണ് വിവരങ്ങൾ നൽകിയത്. അല്പസമയത്തുള്ള അറിയാം എന്താണ് സംഭവം എന്നുള്ളത്.